സനാതനധർമ്മത്തിൻ്റെ ഒരു വിക്കിപീഡിയയാണെന്ന് പറയാം രാമായണം. ഈ രാമായണത്തെ ഇങ്ങനെ ഒരു ബഹുജനവൽക്കരിക്കുക, അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശം? 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു രാമായണ മാസമായിട്ട് കർക്കിടക മാസം ആചരിക്കുക. തുഞ്ചത്താചാര്യൻ രാമായണം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാമകഥ മാത്രം പറയുക എന്നുള്ളതായിരുന്നില്ല, മലയാളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു, മലയാള ഭാഷയെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. 1,00,000 രാമായണം അത് വളരെ ഇപ്പം എനിക്ക് തോന്നുന്നത് അപ്പുച്ചേട്ടൻ പ്രിൻ്റ് ചെയ്യുന്നത് എന്നേക്കാൾ വില കുറഞ്ഞ് വിൽക്കും എന്ന് പറയുമ്പോൾ വലിയൊരു സാമ്പത്തിക പിന്തുണ വേണ്ട ഒരു സംഭവമല്ലേ? അതെങ്ങനെയാണ്? ഇപ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള കൃതി, സാമൂഹ്യമായിട്ടുള്ള കൃതി, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ചരിത്രപരമായിട്ട് എല്ലാ തരത്തിലും നോക്കിയാലും രാമായണം. നമസ്കാരം. ഒരിക്കൽ കൂടി ഈ ചർച്ചയിലേക്ക് ഞാൻ നമ്മളുടെ ബഹുമാനപ്പെട്ട ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മോഹൻ ചേട്ടനെ, അപ്പുച്ചേട്ടനെ ക്ഷണിക്കുന്നു. അപ്പുചേട്ടാ നമസ്കാരം. ഞാനിന്ന് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ അറിഞ്ഞത് നമ്മുടെ ട്രസ്റ്റ് അധ്യാത്മ രാമായണം, എല്ലാവർക്കും അറിയാം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണം, അത് വളരെ വലിയ രീതിയിൽ എണ്ണത്തിൽ വളരെ കൂടുതൽ, എനിക്ക് തോന്നുന്നു അപ്പുച്ചേട്ടൻ്റെ ലക്ഷ്യം 1,00,000 രാമായണം അടിക്കുക എന്നതാണ്. ആ രാമായണം ഇന്ന് ഒരു സാധാരണക്കാർക്ക് ഏറ്റവും രാമായണം വാങ്ങിക്കാൻ ഒരു പക്ഷേ പണമില്ലാത്ത, ഇപ്പോൾ 400-500 രൂപയ്ക്കൊന്നും വാങ്ങിക്കാൻ പണമില്ലാത്ത ആളുകൾക്ക് പോലും അത് വായിക്കുവാനും ഈ മഹത്തായ സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ട്രസ്റ്റിൻ്റെ ഒരു മഹത്തായ സങ്കല്പം, അതിലേക്കുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അങ്ങ് നടത്തുന്നതെന്ന് എനിക്കറിയാം. എന്താണ് ഈ രാമായണത്തെ ഇങ്ങനെ ഒരു ബഹുജനവൽക്കരിക്കുക, എന്താണ് അതിൻ്റെ ഉദ്ദേശം? എങ്ങനെയാണ് അത് അപ്പുച്ചേട്ടൻ്റെ മനസ്സിലേക്ക് വന്നത്? ഇപ്പോൾ നേരത്തെ അപ്പുച്ചേട്ടൻ മറ്റുള്ള ചില പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലതും ഹരിയേട്ടനാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പല പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രക്കിടയിൽ കിട്ടുന്ന പുസ്തകങ്ങൾ അപ്പുച്ചേട്ടൻ കൊണ്ടേ തരികയും ഇത് ചെയ്തിരുന്നു. ഇത് ഭാസ്കർജിയാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയതും ഇത്തരം ചിന്തകൾക്ക് പുറകിൽ ഇത്തരം ഹരിയേട്ടൻ്റെയും ഭാസ്കർജിയുടെയും അല്ലെങ്കിൽ മാധവജിയുടെ അടക്കമുള്ള ആളുകളുടെ മഹാന്മാരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ പ്രചോദനമാണോ? നമുക്കറിയാം ഇപ്പം രാമായണം ഒരു അപ്പുച്ചേട്ടനൊക്കെ നല്ലോണം ഓർമ്മയുണ്ടാവും ഈ രാമായണ മാസം ആചരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പരമേശ്വർജിയുടെ അടക്കമുള്ള വലിയ ചിന്തകൾ ആയിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അപ്പുച്ചേട്ടൻ ഈ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം, ഈ രാമായണത്തിനെ ഇങ്ങനെ ബഹുജനവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ? അത് രാമായണം മാത്രമല്ല, പല കൃതികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മൊത്തം സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പണ്ടത്തെ ചില സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അവരിപ്പോൾ മലയാളത്തിൽ തന്നെയുള്ള 24 വൃത്തം എസ് ടി റെഡ്ഡിയാർ പേപ്പർ വിലയ്ക്ക് അവർ പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സാഹിത്യങ്ങളൊക്കെ, രാമായണത്തിൽ 24, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സാഹിത്യങ്ങളൊക്കെ പ്രചാരം നേടിയത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു പർപ്പസോട് കൂടിയിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് പണം മുടക്കി അങ്ങനെ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഇല്ലായിരുന്നു. രണ്ടാമത് ഗീതാ പ്രസ് ഗോരഖ്പൂർ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിൽ വളരെയധികം മാതൃകാപരമായിട്ടുള്ള പാരമ്പര്യം സൃഷ്ടിച്ചവരാണ്. അനവധി ഗ്രന്ഥങ്ങൾ വളരെ സൗജന്യ നിരക്കിൽ തന്നെ എന്ന് പറയാം കൊടുത്ത് വ്യാപകമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് മലയാള ഭാഷയിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ചിലത് ജനങ്ങളുടെ കയ്യിൽ വീട്ടിൽ വ്യക്തിത്വമായിട്ട് ഉണ്ടാകണം. ഭഗവത്ഗീത, രാമായണം, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തെയോ നമ്മുടെ രാജ്യത്തെയോ ഒക്കെ രാജ്യമായിട്ടും സമൂഹമായിട്ടും നിലനിർത്താൻ ആവശ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതൊക്കെ തന്നെയാണ്. അതിനെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായ സൃഷ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ ഇന്നത്തെ കാലത്ത് രാമായണത്തിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. ഒന്ന്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു രാമായണ മാസമായിട്ട് കർക്കിടക മാസം ആചരിക്കുക എന്നുള്ളത്.
പണ്ടും നമ്മുടെ വീടുകളിലൊക്കെ രാമായണം പിന്നെ പാരായണം ചെയ്യാറുണ്ട്, കഥകളൊക്കെ കേൾക്കാറുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇടക്കാലത്തൊക്കെ അതൊക്കെ നിന്ന് പോയതിന് ശേഷം വിശാല ഹിന്ദു സമ്മേളനത്തോട് കൂടിയിട്ടാണ് രാമായണത്തെ നിരന്തരമായിട്ടുള്ള പാരായണത്തിന് ഉപയോഗിക്കണം കർക്കിടക മാസത്തിൽ എന്ന തീരുമാനമെടുത്തും അതിൻ്റെ പുറകെ തുടർന്ന് ധാരാളം വർക്കുകൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, മറ്റെല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് ഭക്തിമാർഗത്തിലുള്ള ഗ്രന്ഥങ്ങളാണ്. എല്ലാം ഭാഗവതമാവട്ടെ, പിന്നെ അതുപോലെ മറ്റു പല ഗ്രന്ഥങ്ങളും അങ്ങനെയുണ്ട്. പക്ഷേ രാമായണം ഭക്തിമാർഗത്തിലുള്ള ഗ്രന്ഥവുമാണ്, സാഹിത്യമാർഗത്തിലുള്ള ഗ്രന്ഥവുമാണ്. ഇതൊരു പ്രത്യേകത. പ്രത്യേകിച്ച് വാൽമീകി മഹർഷിയുടെ വാൽമീകി രാമായണത്തിന് ഈ പ്രത്യേകതയുണ്ട്. അത് ഭക്തികാവ്യമേ അല്ല, ഇത് ശരിയിരിക്കാം. അത് ഭക്തികാവ്യം എന്നൊരിക്കലും പറയാൻ പറ്റില്ല വാൽമീകിയുടെ. അതൊരു ഇതിഹാസമാണ്. ഇതിഹാസം ഈസ് നോട്ട് ഭക്തി. ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് അത് സംഗതി. അതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യത്തെ കൃതിയായിട്ട് ലോകം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ വാൽമീകി രാമായണം. അപ്പോൾ വാൽമീകിയുടെ രാമായണത്തിൻ്റെ അതേ പിന്നെ 10-25,000 ശ്ലോകങ്ങളുള്ളതാണ്. അതിനെ വളരെ ലഘൂകരിച്ച് കഥാതന്തു മാറ്റമില്ലാത്ത രീതിയിൽ 4000 ചില്ലാനം ശ്ലോകങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് അധ്യാത്മരാമായണം സംസ്കൃതം. അതിനെ തന്നെ വീണ്ടും സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാരമാണ് തുഞ്ചത്താചാര്യൻ ചെയ്തത്. തുഞ്ചത്താചാര്യൻ രാമായണം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാമകഥ മാത്രം പറയുക എന്നുള്ളതായിരുന്നില്ല, മലയാളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. മലയാള ഭാഷയെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മലയാള ഭാഷയ്ക്ക് വേണ്ട ചിട്ടവട്ടങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന മഹാവ്യക്തിത്വമായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള കൃതി, സാമൂഹ്യമായിട്ടുള്ള കൃതി, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ചരിത്രപരമായിട്ട് എല്ലാ തരത്തിൽ നോക്കിയാലും അത് രാമായണമാണ്. രാമായണത്തെ വിട്ടുകൊണ്ടുള്ളൊരു കേരളം നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. കാരണം എല്ലാ സാഹിത്യങ്ങളും പിന്നെ അതിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് വൃത്തങ്ങൾ, കാര്യങ്ങൾ, ഇത്തരത്തിൽ പലതും അദ്ദേഹം ഉദ്ദേശിച്ച് വളരെ ലളിതമായിട്ടുള്ള കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന കാകളി വൃത്തത്തിലാണ് ചെയ്തിരിക്കുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ. പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ഗംഭീരമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സുന്ദരകാണ്ഡത്തിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഭാഷയുടെ പ്രയോഗമൊക്കെ എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴും ഭാഷാ വിദ്യാർത്ഥികളുടെ ആധികാരിക പഠനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അധ്യാത്മരാമായണമാണ്. അതൊരു വശം. രണ്ടാമത്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, കേരളത്തിനെയും ഇന്ത്യയെയും പിന്നെ നിലനിർത്തുന്നത് നമ്മുടെ ചില സംസ്കാരങ്ങളാണ്, നമ്മുടെ ചില പാരമ്പര്യങ്ങളാണ്, കീഴ്വഴക്കങ്ങളാണ്. അതിന് ലോകത്തിന് ഭാരതം കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് നമ്മുടെ കുടുംബസങ്കല്പം. ആ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബപരമായിട്ടുള്ള സങ്കല്പങ്ങൾ, കുടുംബപരമായിട്ടുള്ള പരമ്പരയാ സൂക്ഷിച്ചു വരുന്നതായിട്ടുള്ള സംസ്കാരങ്ങൾ, അതാണ് സനാതന ധർമ്മത്തിൻ്റെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. ഭാരതത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് സന്യാസിയുടേതായിട്ടുള്ള ആ ഒരു 4 വർണ്ണങ്ങളിൽ, 4 ആശ്രമങ്ങളിൽ സന്യാസി ആശ്രമമാണ് ഉത്തമമെന്ന് ചിലർക്ക് തോന്നും. അങ്ങനെയല്ല. ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സങ്കല്പം. ബുദ്ധിമുട്ടുള്ളതും ശരിയാണ്. അപ്പോൾ അത് ഗൃഹസ്ഥാശ്രമത്തിൽ കൂടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ആശ്രമങ്ങളും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ശിഥിലമാവും, സമൂഹം ശിഥിലമാവും. ആ ഗൃഹസ്ഥാശ്രമം എങ്ങനെ നമുക്ക് ശക്തമായിട്ട് നിലനിർത്താം? അതിനെന്താണ് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുവാനുള്ള മാതൃക? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇത് തന്നെയായിരുന്നു വാൽമീകിയുടെ മുമ്പിലുണ്ടായ ചോദ്യവും. ആ ചോദ്യത്തെയാണ് വളരെ ഭംഗിയായിട്ട് തുഞ്ചത്താചാര്യൻ അതിനെ മലയാളത്തിലേക്ക് ആക്കിക്കൊണ്ട്, ആ ആചാര്യൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് വാൽമീകി എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചത്, ആചാര്യൻ്റെ മുമ്പിൽ അതൊന്നും വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭക്തിമയമാണ് മുഴുവൻ സങ്കല്പം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലെ ഭക്തി പിന്നെ പ്രസ്ഥാനം അലയൊടിച്ച് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ്റെ ഈ ഒരു കൃതികളൊക്കെ വരുന്നത് സംഗതി. അപ്പോൾ അതിൽ കൂടിയിട്ട് നമ്മുടെ കേരളീയമായിട്ടുള്ള പ്രകൃതി, അതിൻ്റെ ജീവൽ സ്വരൂപത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം, കുടുംബങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സിദ്ധാന്തങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് രാമായണത്തിൻ്റെ സങ്കല്പം തന്നെ. നോക്കൂ, അതിനേക്കാൾ വലിയൊരു ബ്രദർഹുഡ് നമുക്ക് വേറെ ചിന്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ഉദാഹരണം ഞാൻ രാമായണത്തിൽ പറയാം. ശ്രീരാമൻ വനവാസത്തിന് പോയി. പിന്നെ വാൽമീകി ആശ്രമത്തിൻ്റെ, ഭരദ്വാജ ആശ്രമത്തിൻ്റെ അപ്പുറത്ത് അവിടെ ചിത്രകൂടത്തിൽ താമസിക്കുന്ന കാലത്താണ്. അതിനിടയ്ക്കാണ് ഭരതൻ വരുന്നതും
ഭരതൻ വന്ന് ഫാക്റ്റ് എന്തൊക്കെയാണ് സംഭവം അയോധ്യയിൽ നടന്നതെന്നൊക്കെ അറിയുന്നതും ഭരതൻ ഏറ്റവും കൂടുതൽ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി കഴിഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ ഭരതന് തോന്നി ഇങ്ങനെയല്ല, പോയാൽ ഒരുപക്ഷെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ മന്ത്രിമാരും മറ്റ് സൈനികരും എല്ലാവരും കൂടിയിട്ട് അദ്ദേഹം പിന്നെ വനത്തിലേക്ക് പോവുകയാണ്. രാമൻ പോയ വഴിയിൽ കൂടി പോവുകയാണ്. അപ്പോൾ അവിടെ എത്താൻ നേരത്ത് വളരെ വലിയ സൈന്യമുണ്ട് കൂടെ. അപ്പോൾ അവിടെ ഉണ്ടായ ആശ്രമത്തിൽ, അത് രാമൻ താമസിക്കുന്ന ആശ്രമത്തിലുണ്ടായ സംഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അകലയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഈ ഒരു സൈന്യത്തെ കണ്ട് അതിൻ്റെ പൊടി ഒക്കെ ഇങ്ങനെ ആർത്ത് പൊങ്ങുന്നു. അപ്പോൾ ഏതോ ഒരു വലിയ പട്ടാളം വരികയാണ് എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് ജനിപ്പിച്ചുകൊണ്ടാണ് വരവുണ്ടായത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വരാൻ സാധിക്കുള്ളൂ, രാജാവാണ്. അപ്പോൾ രാമൻ്റെ ഒപ്പം സീതയുടെ ഒപ്പം ഇരുന്നിരുന്നതായിട്ടുള്ള ലക്ഷ്മണൻ, അപ്പോൾ ലക്ഷ്മണൻ ആ സമയത്ത് പിന്നെ സൂക്ഷിച്ച് നോക്കും. അദ്ദേഹം നോക്കി എന്തോ ഒരു വലിയ ശത്രു സൈന്യം വരുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ, ജ്യേഷ്ഠൻ ഇവിടെ തന്നെ സീതയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നുള്ളൂ, ഞാൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ട് വിവരം പറയാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ ചാടിക്കയറി ഒരു മരത്തിൻ്റെ മുകളിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് തന്നെ അദ്ദേഹം വിളിച്ച് പറയുകയാണ്, ജ്യേഷ്ഠ പിന്നെ അമ്പും വില്ലും ധരിച്ചോളൂ, വലിയ നമ്മുടെ ശത്രു സൈന്യത്തെ പോലെ തന്നെയാണ് ഭരതൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വെൺകൊറ്റക്കുട കാണാനുണ്ട് രാജാവിൻ്റെ. ആ വെൺകൊറ്റക്കുടയും ഈ സൈന്യത്തിൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ ഇനി അങ്ങ് തിരിച്ചു ചെല്ലണ്ട എന്ന് കരുതിയിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നതായിരിക്കും. ഇതാണ് ലക്ഷ്മണൻ്റെ വെർഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ആരൊക്കെയായാലും ശരി, വ്യക്തികൾക്കായാലും ശരി, ഒക്കെ ഉണ്ടാകാവുന്ന ശരി ആയിരിക്കുമോ 5 സെന്റിന് കൊല്ലണ സമയവും എന്ന് സംശയങ്ങൾ ഉണ്ടാവാം. അവിടെയാണ് ലക്ഷ്മണനോട് ശ്രീരാമൻ്റെ ഉത്തരം, നിനക്ക് എന്തേ ഇങ്ങനെ തോന്നാൻ കാരണം? എപ്പോഴെങ്കിലും ഭരതൻ നിന്നോട് ശത്രുതാപരമായി പെരുമാറിയിട്ടുണ്ടോ? ഞാൻ ഇനി ഭരതനോട് പറഞ്ഞു വന്നിരിക്കട്ടെ, നിനക്ക് ഈ രാജ്യം വേണ്ട, ഉപേക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഭരതൻ ആ സമയത്ത് ഉപേക്ഷിക്കും. അത് നിനക്കറിയാമോ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ ഭരതനും രാമനും തമ്മിലുള്ള ഹൃദയബന്ധം എന്താണ്, സാഹോദര്യ ബന്ധം എന്താണ്? അപ്പോൾ ഒന്നും പറയാതെ തന്നെ മനസ്സിനെ റീഡ് ചെയ്യാൻ മാത്രമല്ല, അത് വളരെ എന്താ പറയുക, ഉറപ്പായിട്ടുള്ള കോൺക്രീറ്റിനേക്കാൾ ശക്തമായിട്ടുള്ള ഹൃദയവികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ചിന്തിക്കൂ. എൻ്റെ അനിയൻ അങ്ങനെ ചിന്തിക്കൂ. ലക്ഷ്മണൻ കുട്ടിയുടെ പ്രായത്തിൻ്റെ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രതീകമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ, അതാണ് വാൽമീകിയുടേതായിട്ടുള്ള കണ്ടൻറ്റുകളിൽ ഇതൊന്നും നഷ്ടപ്പെടാതെ എഴുത്തച്ഛൻ നമ്മുടെ കേരളീയ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ പുഴകൾ നിലനിൽക്കണം, നമ്മുടെ വൃക്ഷങ്ങൾ നിലനിൽക്കണം, കാട് നിലനിൽക്കണം, വയലുകൾ നിലനിൽക്കണം, സകലം നിലനിൽക്കണം. ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ പ്യൂരിഫൈഡ് മാനർ, അല്ലാതെ വിഷലിപ്തമാക്കാനല്ല. അത്തരം പ്രകൃതി സങ്കല്പങ്ങളുണ്ട്, മുഴുവൻ പ്രകൃതി സങ്കല്പങ്ങളുണ്ടല്ലോ, ധാരാളം. എവിടെ പോയാലും അത് തന്നെയല്ലേ ഉള്ളൂ, സമ്പൂർണ്ണമായിട്ടും ഏതെല്ലാം തരത്തിലുള്ള വർണ്ണനകൾ നിലനിൽക്കുന്ന സംഗതി. വാൽമീകി രാമായണത്തിലും അങ്ങനെ തന്നെയാണ്. ഈ പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനകളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ കേരളം എന്ന് പറയുന്ന ഒരു കേരളവും ഭാരതവും ലോകവും നിലനിൽക്കാൻ ഈ പ്രകൃതിയെ എങ്ങനെയാണ്, പരിസ്ഥിതിയെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്ന ദൗത്യവും രാമായണത്തിൽ കിടക്കുകയാണ്. ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും അത്ര ശക്തമായ രീതിയിൽ വാദിക്കുന്നുണ്ട്? പരിസ്ഥിതിയെക്കുറിച്ച് നമുക്കിപ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതായിട്ടുള്ള ടെർമിനോളജിയാണ്, അത്രേ ഉള്ളൂ സംഗതി. അന്ന് അതിൻ്റെ ആവശ്യമില്ല. അന്ന് പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും അതിനെയെല്ലാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗംഗാ നദി ക്രോസ് ചെയ്യുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയുമായിട്ട് വനവാസത്തിന് പോകുമ്പോൾ ഉള്ള സീതയുടെ ഗംഗാ നദിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വാൽമീകി രാമായണത്തിലും ഇവിടെയും വ്യക്തമാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സീതാദേവി എത്രയും പെട്ടെന്ന് പിന്നെ ഈ വനവാസം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിൽ വരാൻ ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടണമോ അതെല്ലാം ലഭിക്കണമേ എന്ന് ഗംഗാദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചിലത് നേരുന്നു എന്ന് പറയുമ്പോൾ ആ ഗംഗ എന്ന സങ്കല്പത്തിൻ്റെ മഹത്വം എത്രയായി? ഇതിപ്പോൾ സീത പറഞ്ഞിട്ടില്ലോ എന്നുള്ളതല്ല വിഷയം. പക്ഷേ നേരെ മറിച്ച് ഗംഗാ നദിയോടുള്ള മനുഷ്യൻ്റെ സങ്കല്പം എങ്ങനെ വേണം എന്ന് രൂപപ്പെടുത്തുന്നതായിരുന്നു അത്. ഇങ്ങനെ കല്ലിനോടും മണ്ണിനോടും പുഴയോടും സമുദ്രത്തോടും കിളികളോടും പുഴുവിനോടും സകലതിനോടും ഈ സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സങ്കല്പം തന്നെയാണല്ലോ അണ്ണാരക്കണ്ണൻ്റെ കഥയും ബാക്കിയുള്ളതൊക്കെ വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സകലതും. അങ്ങനെയുള്ള ഒരു തത്വശാസ്ത്രം തന്നെയാണ്
ഭാരതത്തെ നിലനിർത്താൻ സാധിക്കുന്നത്, ലോകത്തെ നിലനിർത്താൻ സാധിക്കുന്നത് അത് സനാതനധർമ്മമാണ്. സനാതനധർമ്മത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു മാഗ്നാകാർ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു 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 സനാതനധർമ്മത്തിൻ്റെ ഒരു വിക്കിപീഡിയയാണെന്ന് പറയാം രാമായണം. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അത് സാധാരണ ജനങ്ങൾ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ജനങ്ങളുടെ റീഡിങ് ഹാബിറ്റിന് അതിന് പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല, കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ കുറഞ്ഞു വരുന്ന സമ്പ്രദായം കാരണം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ അധ്യാത്മരാമായണം പൂർണ്ണമായിട്ടും ഗദ്യത്തിലും കൂടി തയ്യാറാക്കി, ചെറിയ ബുക്കായിട്ട്. അപ്പോൾ ഈ പുതിയ ഈ ഗദ്യത്തിലുള്ള രാമായണം സ്റ്റുഡൻസിനൊക്കെ വായിക്കാൻ സാധിക്കും ഭംഗിയായിട്ട്, എന്താ സംഭവം എന്നുള്ളത് ഒന്നും കളയാതെ ഉണ്ട് തന്നെ. അപ്പോൾ അതും ഈ പുസ്തകവും കൂടി ചേർത്ത് ഇന്ന് സാധാരണ മാർക്കറ്റിലൊക്കെ വരുന്നതായിട്ടുള്ള വില 400 രൂപ 700 രൂപയൊക്കെ വരുന്നുണ്ട് രാമായണത്തിന്. വലിയ അക്ഷരങ്ങളിൽ എഴുതിയ വലിയ നല്ല പ്രിൻ്റ്. അതെ, ഇതും നമ്മുടെ നല്ല ഈരടിയായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സാധനം ഒന്ന് നമ്മുടെ ഡോക്ടർ ലീലാവതി ടീച്ചറുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു. ടീച്ചർ ഒന്ന് നോക്കിത്തരാമോ, എഴുത്തച്ഛനെ എഴുതിയ രാമായണം ഞാനെന്ത് നോക്കാനാ എന്നായിരുന്നു ടീച്ചറുടെ റിപ്ലൈ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ ചെയ്ത രീതി ശരിയാവില്ലോ എന്നല്ല. കാരണം ഓരോ പിന്നെ കാണ്ഡത്തിൻ്റെ തുടക്കത്തിലും അതിൽ ആ കാണ്ഡത്തിലെ ചർച്ചാ വിഷയം എന്താണ്, കഥാരൂപം എന്താണ് എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാവോ ഇല്ലയോ എന്ന് അറിയില്ലോ ടീച്ചർ, എന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്ന് അറിയില്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അവിടെ വച്ചേക്കും, ഞാൻ എപ്പോഴും നോക്കി തരാം എന്ന് പറഞ്ഞു സംഗതി. അവരൊരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ടീച്ചർ ഇത് നന്നായിട്ടുണ്ട്, ഇതിലൊന്നും മാറ്റം വരുത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു തൃപ്തി നമുക്കുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് മലയാള സാഹിത്യത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹം അധ്യാത്മരാമായണത്തിൽ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, സാധാരണക്കാർ ജനങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവിടെ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് വില കുറച്ച് വലിയ ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകം ഡിസ്കൗണ്ടും കൊടുത്ത് അവരിൽ കൂടിയിട്ട് ഇതിൻ്റെ പരമാവധി വീടുകളിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. തന്നെയല്ല, അത് വീടുകളിൽ പിന്നെ അവർക്ക് പല സ്കീമുണ്ട്. രാത്രികളിൽ പല ചെറിയ സത്സംഗങ്ങളായിട്ട് ഒരുമിച്ച് കൂടുക, രാമായണം വായിക്കുക, കഥ പറയുക എന്നുള്ള സമ്പ്രദായം കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം വരുന്നത്. ഇതാണ് രാമായണത്തെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ട സംഗതി. ഗ്രന്ഥങ്ങൾ ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ ഇതുപോലെ പല ഗ്രന്ഥങ്ങളും ഇറക്കിയിട്ടുണ്ട്. 40-40ഓളം ടൈറ്റിലുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മികച്ച കൃതികൾ തന്നെയാണ്. ഇത്തരം രാമായണം പോലുള്ള പുസ്തകങ്ങൾ സത്യത്തിൽ ഒരു വായനാശീലം വളർത്തുക എന്നതിലുപരി ഒരു പക്ഷേ കേരളത്തിൻ്റെ കുടുംബസങ്കല്പങ്ങളെയും അതുപോലെ സാംസ്കാരിക ചിന്തകളെയും എല്ലാം വിപുലീകരിക്കുവാനും സമ്പുഷ്ടീകരിക്കുവാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടെയാണ്. അപ്പോൾ ഇതിനെനിക്ക് തോന്നുന്നത് ട്രസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഇത്രയും, കാരണം 1,00,000 രാമായണം അത് വളരെ, ഇപ്പം എനിക്ക് തോന്നുന്നത് അപ്പുചേട്ടൻ പ്രിൻ്റ് ചെയ്യുന്നത് എന്നേക്കാൾ വില കുറഞ്ഞ് വിൽക്കും എന്ന് പറയുമ്പോൾ വലിയൊരു സാമ്പത്തിക പിന്തുണ വേണ്ട ഒരു സംഭവമല്ലേ, അതെങ്ങനെയാണ്? അത് നമ്മുടെ ഈ ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ തന്നെ അത്തരത്തിലുള്ള ഒരു ചാരിറ്റി വർക്കിൻ്റെ പ്രൊഡക്റ്റാണ്. ഭാസ്കർജി അദ്ദേഹത്തിൻ്റെ പിന്നെ പൂർവികമായിട്ട് കിട്ടിയ സ്ഥലത്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്തു തന്നു. അദ്ദേഹം തന്നെ അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഡയറക്ടർമാരിലൊരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നൊരു നിശ്ചിത തുക അതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് ഈ തരത്തിലെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് ആദ്യം രാമായണത്തിൻ്റെ ഒരു പ്രോജക്റ്റ് പറഞ്ഞ സമയത്ത് നമുക്ക് വലിയ പ്രോത്സാഹനമാണ് പലരിൽ നിന്നും കിട്ടിയത്. ആ കിട്ടിയത് നമ്മൾ ഒരു രാമായണം പുറത്തിറക്കാൻ നമ്മുടെ ചിലവ് ഇത്ര വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തരും ഒരു 10 രാമായണം, 100 രാമായണം, 1000 രാമായണം വീതം നമുക്ക് അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യാൻ സാധിച്ചാൽ ആ പ്രിൻറ്റിങ് കോസ്റ്റും ചിലവിലും വരുന്ന തുകയ്ക്ക് മാത്രമായിട്ട് നമുക്ക് നാട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു സ്പോൺസർഷിപ്പിൻ്റെ പിൻബലം അത് വളരെ ആവേശകരമായിരുന്നു സംഗതി. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 2-3 വർഷമായി കൊറോണ സമയമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾ പലരും ചോദിച്ചു തുടങ്ങി, ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ്റെ രാമായണമില്ലേ എന്ന് ചോദിച്ച സമയത്താണ് അപ്പോഴും നമ്മളൊരു പ്രോജക്റ്റ് ഇങ്ങനെ 1,00,000 കോപ്പി 1-2 വർഷങ്ങളെ കൊണ്ട് നമുക്ക് വീടുകളിൽ എത്തിക്കാൻ സാധിക്കണം എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് പലരെയും കണ്ടുകൊണ്ടിരിക്കുന്നു, പലരോടും ചോദിച്ചു. എല്ലാവരുടെ ഭാഗത്തു നിന്നും 10 രാമായണത്തിന്, 25 രാമായണത്തിന്, 50 രാമായണത്തിന് ഒക്കെ ആയിട്ടുള്ള അവൻ്റെ ചെലവുകൾ തരാൻ അവർ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് പല്ലും ആ സഹകരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മിക്കവാറും പുസ്തകങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം വിവാഹത്തിനോ അല്ലെങ്കിൽ സാധാരണ ഗിഫ്റ്റായിട്ടോ ഒക്കെ കൊടുക്കാനായിട്ട് രാമായണം പോലുള്ള പുസ്തകം സാധിക്കും. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു കല്യാണമോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഷഷ്ഠിത പൂർത്തിക്കോ ഒക്കെ ഇതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ആ പണം നൽകി കഴിഞ്ഞാൽ അവർക്ക് അത് മറ്റുള്ളവർക്കും എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പുച്ചൻ്റെ കൺസെപ്റ്റ് അല്ലേ. സ്പോൺസേഡ് ബൈ സച്ച് ആൻഡ് സച്ച് പേഴ്സൺ, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം ഒരു 100 കോപ്പി സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് അതിൽ അവരുടെ പേരും കാര്യങ്ങളും അതിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് സംഗതി പോകുന്നത്. അപ്പോൾ ഇതൊരു സാംസ്കാരിക പ്രവൃത്തിയും കൂടിയാണ്, ഒരുമിച്ച് ഒരു സാഹിത്യത്തിനും മുതൽക്കൂട്ടാണ്. അപ്പോൾ ഈ അപ്പുച്ചൻ്റെ വാക്കുകൾ കേട്ടിട്ട് ധാരാളം ആളുകൾക്ക് ഇത്തരം താല്പര്യങ്ങളുണ്ടാകും. ഈ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും സാംസ്കാരികമായ ഉന്നമനത്തിനും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും രാമായണം പോലുള്ള ഒരു വിശ്വസാഹിത്യം എത്രത്തോളം ഗുണകരമാകുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ രാമായണത്തിൻ്റെ പ്രചരണം നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്, നമ്മളുടെ കൂടി ഈ സംസ്കാരത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ്. രാമായണം പ്രചരിപ്പിക്കുവാനായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ ട്രസ്റ്റിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. എല്ലാവരും പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.